കനത്ത മഴ പെയ്ത കഴിഞ്ഞ 2 ആഴ്ച കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 8000-ഓളം പനി കേസുകളാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവയാണ് കൂടുതൽ. ഒഴിഞ്ഞുപോയി എന്ന് കരുതിയ കോവിഡ് കേസുകളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 22 മുതൽ ജൂൺ 4 വരെ പനി ബാധിച്ച് 7764 പേരാണ് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. സ്വകാര്യ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും എത്തുന്നവരുടെ എണ്ണം ഇതിലും ഇരട്ടിയാണ്. ഈ കാലയളവിൽ 81 പേർക്ക് ഡെങ്കിപ്പനി, 8 പേർക്ക് എലിപ്പനി, 49 പേർക്ക് മഞ്ഞപ്പിത്തം എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 38 കോവിഡ് കേസുകളും കോഴിക്കോടുണ്ട്. 5-ാം തീയതി മാത്രം 11 കോവിഡ് കേസുകളാണ് പോസിറ്റീവായത്. ആരുടെയും ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കിഴക്കോത്ത്, കാരശ്ശേരി പഞ്ചായത്തുകളിൽ ഷിഗല്ലയും, കോടഞ്ചേരി പഞ്ചായത്തിൽ മലേറിയയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടവിട്ടുള്ള മഴ മൂലം പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നതും കൊതുകുകൾ പെരുകുന്നതുമാണ് പനിയും ഡെങ്കിപ്പനിയും വർദ്ധിക്കാൻ കാരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ മഴക്കാലപൂർവ്വ ശുചീകരണം പലയിടത്തും നടത്തിയിട്ടില്ല. വൈകി തുടങ്ങിയിടങ്ങളിൽ പൂർത്തിയായിട്ടുമില്ല. ഫണ്ടിന്റെ അപര്യാപ്തത വെല്ലുവിളിയാകുന്നുണ്ടെന്ന ആരോപണവുമുണ്ട്. ജനം, കോഴിക്കോട്.